കമ്മീഷൻ രാജ്യത്തുടനീളം സ്പെഷ്യൽ ഇൻഡസ്ട്രീവ് റിവിഷൻ അഥവാ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പുതുക്കൽ നടപടിക്ക് അന്തിമ രൂപം നൽകാൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഡൽഹിയിൽ നടന്ന 2 ദിവസത്തെ ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം കമ്മീഷൻ അറിയിച്ചതെങ്കിലും ഇതിനായുള്ള രാഷ്ട്രീയ തിരക്കഥകൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടെ വ്യാപക തിരിമറിയും വോട്ട് കൊള്ളയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നപ്പോൾ യാതൊരു പ്രതികരണവും ഇല്ലാതിരുന്ന കമ്മീഷനാണ് തീവ്ര പരിശോധനയ്ക്ക് ഇപ്പോൾ വ്യഗ്രത കൂട്ടുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അസം, തമിഴ്നാട്, പുതുച്ചേരി, കേരളം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ കമ്മീഷൻ പ്രത്യേക കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ നീക്കം ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ ആശങ്കകളാണ് ഉയർത്തുന്നത്. വോട്ടർ പട്ടികയിലെ തെറ്റുകൾ തിരുത്തുക, ഇരട്ടിപ്പുകൾ ഒഴിവാക്കുക, പുതിയ വോട്ടർമാരെ ചേർക്കുക എന്നിവയാണ് SIRന്റെ ഔദ്യോഗിക ലക്ഷ്യങ്ങൾ. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ പ്രതിപക്ഷം ഈ നീക്കത്തെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ സുതാര്യമാക്കുന്നു എന്ന പേരിൽ നടത്തുന്ന ഈ നടപടികൾ ഭരണകക്ഷിയായ BJPക്ക് അനുകൂലമായി വോട്ടർ പട്ടികയിൽ മാറ്റങ്ങൾ വരുത്തുവാനാണ് ഉപയോഗിക്കുന്നത് എന്ന ആശങ്കയുണ്ട്. SIR പ്രക്രിയയിൽ പുതിയതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലും നിലവിലുള്ള വോട്ടർമാരെ ഒഴിവാക്കുന്നതിലും പക്ഷാപാതം കാണിക്കാനുള്ള സാധ്യത കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ദളിത് വിഭാഗം, മുസ്ലിങ്ങൾ, യുവാക്കൾ, തൊഴിലാളികൾ തുടങ്ങിയ വിഭാഗത്തിൽ നിന്നുമുള്ള വോട്ടർമാരെ മനഃപൂർവ്വം ഒഴിവാക്കുകയോ ഇവരുടെ പേര് ചേർക്കുന്നതിലെ കാലതാമസം വരുത്തുവാൻ സാധ്യതയുണ്ട് എന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുന്നു. ഇരട്ടിപ്പുകൾ ഒഴിവാക്കുക എന്ന പേരിൽ പരമ്പരാഗതമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ദളിത്, ന്യൂനപക്ഷ, പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുമുള്ള വോട്ടർമാരെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ ശ്രമിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനുമുണ്ട്. ഇതിനു മുൻപും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടർമാരുടെ വിവരങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ പ്രത്യക്ഷമായ സംഭവത്തിൽ കോൺഗ്രസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത തന്നെ സംശയത്തിലാണ് എന്നത് ഈ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. കേന്ദ്ര ഏജൻസികളെ ഭരണകക്ഷി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന ആരോപണം കോൺഗ്രസ് നേരത്തെ തന്നെ ഉന്നയിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിഷ്പക്ഷത പലപ്പോഴും ചോദ്യം ചെയ്യാറുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അസം, തമിഴ്നാട്, പുതുച്ചേരി, കേരളം, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ SIR വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്നത് അവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയും മുന്നിൽ കാണുകയാണ്. ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും വലിയ പ്രതീക്ഷകളുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടികയിലെ ഏതൊരു കൃത്രിമത്വവും തങ്ങളുടെ വിജയ സാധ്യതകളെ ദോഷകരമായി ബാധിക്കുമെന്ന് കോൺഗ്രസ് ആശങ്കപ്പെടുന്നു. ഈ ആശങ്കകൾക്കിടയിലും SIR പ്രക്രിയ ജാഗ്രതയോടെ നിരീക്ഷിക്കാനും അതിലെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനാകുമെന്നുമാണ് കോൺഗ്രസും പ്രതിപക്ഷവും ഒരുങ്ങുന്നത്. ബൂത്ത് തലത്തിൽ പാർട്ടിയുടെ പ്രവർത്തകർ വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയിൽ സജീവമായി ഇടപെടാനും പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനും അനർഹരെ ഒഴിവാക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കാനും കോൺഗ്രസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ നിയമപരമായ മാർഗങ്ങൾ തേടുവാനും കോടതികളെ സമീപിക്കാനും കോൺഗ്രസ് മടിക്കില്ല. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടി സുതാര്യവും നിഷ്പക്ഷമാണെന്ന് ഉറപ്പാക്കാൻ കോൺഗ്രസ് ജാഗ്രത പാലിക്കും. ഈ നീക്കത്തെ ഒരു രാഷ്ട്രീയ വെല്ലുവിളിയെ കണ്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം കാണിക്കാനുള്ള സാധ്യതകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുവാനാണ് കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ശ്രമിക്കുന്നത്. കൂടാതെ ബീഹാർ തെരഞ്ഞെടുപ്പ് പോരാട്ടം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് BJP പോലും ഞെട്ടുന്ന തരത്തിൽ അവരെ പൂട്ടിക്കൊണ്ടുള്ള ഒരു പരിപാടിയിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടന്നത്. അതാണ് EVM പരിശോധന. എല്ലാ പോളിംഗ് ബൂത്തിലും EVMകൾ നിറയ്ക്കും മുൻപ് ഒരു പരിശോധന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തും. അവിടെയാണ് മനസ്സിലായത് ഭൂരിപക്ഷത്തെ EVMകളും അട്ടിമറിക്ക് സാധ്യത തരത്തിൽ പരാജയമായി കിടക്കുകയാണ് എന്ന് മനസ്സിലാകുന്നത്. ചുരുക്കം പറഞ്ഞാൽ അത് ആദ്യമായിട്ടാണ് വലിയ അളവിൽ EVMകൾ പരാജയപ്പെട്ടതായുള്ള സ്ഥിരീകരണം പുറത്തു വരുന്നതും. നേരത്തെ പേരിന് മാത്രമായിരുന്നു പരിശോധന. എന്നാൽ മഹാരാഷ്ട്രയിലെ അട്ടിമറി വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നതോടെയാണ് കളി മാറിയത്. ഒരു സംശയത്തിനും ഇട നൽകാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇതോടെ വലിയ രീതിയിൽ EVMന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ബീഹാറിൽ പോളിംഗിനായി എത്തിച്ചിരിക്കുന്ന മെഷീനുകൾ ഭൂരിഭാഗവും നേരത്തെ പരിശോധനയിൽ പരാജയപ്പെട്ടതാണ്. രണ്ടാം ഘട്ടത്തിൽ എത്തിച്ച മെഷീനുകളുടെ പരിശോധനയാണ് ഇപ്പോൾ കഴിഞ്ഞത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് EVM പരിശോധന നടത്തിയത്. നേരത്തെയും പരിശോധനയുണ്ടായിരുന്നു. നേരത്തെ ഫസ്റ്റ് ലെവൽ പരിശോധനയിൽ സംസ്ഥാനത്തുടനീളമുള്ള സാങ്കേതിക പരിശോധനയെ തുടർന്ന് 12.26% ബാലറ്റ് യൂണിറ്റുകളും 4.96% കൺട്രോൾ യൂണിറ്റുകളും 4.67% വിവിപാറ്റുകളും പരിശോധനയിൽ പരാജയപ്പെട്ടതാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ആകെ 1,76,506 ബാലറ്റ് യൂണിറ്റുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. ഇതിൽ തന്നെ 21,634 EVM മെഷീനുകൾ പരിശോധനയിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു. അതുപോലെ തന്നെ 1,21,726 കൺട്രോൾ യൂണിറ്റുകളിൽ 6,389 എണ്ണവും 1,36,317 വിവിപാറ്റുകളിൽ 6,369 എണ്ണവും പരിശോധനയിൽ ഭാഗികമായി പരാജയപ്പെട്ടുവെന്നും അന്ന് കണ്ടെത്തിയിരുന്നു.
പരിശോധന വിജയിച്ച IVM-കൾ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കും. ശേഷിച്ച ഹൈദരാബാദിലേക്ക് തിരിച്ചയച്ച തെറ്റുകുറ്റങ്ങൾ തിരുത്തി വീണ്ടും ബീഹാറിൽ എത്തിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. 189 എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിലാണ് EVM പരിശോധനകൾ നടക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ചില നിർണായക മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് നേരത്തെ സുപ്രീം കോടതി ഉത്തരവിറക്കിയിരുന്നു. രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന EVM-കൾ എത്രമാത്രം സുതാര്യമാക്കണോ അത്രമാത്രം സുതാര്യമാക്കണമെന്നാണ് കോടതി പറഞ്ഞത്. ഇതിന് പിന്നാലെ ചില സുപ്രധാന മാറ്റങ്ങൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. അത്തരം മാറ്റങ്ങൾ നടത്തിയതും ഈ വർഷം നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പുകളിൽ മുതൽ സുപ്രധാന മാറ്റങ്ങൾ EVM-ൽ ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആദ്യഘട്ട പരിശോധന നടത്തിയത്. അന്ന് പക്ഷേ പരിശോധനയിൽ ഭൂരിഭാഗം മെഷീനുകളും തകരാറായിരുന്നു കണ്ടെത്തിയിരുന്നു. ഈ തകരാറുകൾ പരിഹരിച്ചു